ഇന്ന് വരുന്നത് മീനാകാരി വർക്കിൽ വരുന്ന സോഫ്റ്റ് സെമി സിൽക്കിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ഇന്ന് വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്. വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 9947135468 ആണ്. വെബ്സൈറ്റ് ID വരുന്നത് clouddesigns.com. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് സാരി നല്ലൊരു ബ്രൈറ്റ് ചില്ലി റെഡ് ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. അതിൽ മീനാകാരി വർക്കിലായിരിക്കും സാരിയുടെ ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. അതും ഒരു ഷോർട്ട് ആൻഡ് ലോങ് പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. മുകൾ ഭാഗത്ത് ഈ ഒരു ഏരിയ വരുന്നത് ഒരു 4 ഇഞ്ച് വിഡ്ത്തിലായിരിക്കും മീനാകാരി വർക്ക് വന്നിട്ട്. ലോവർ ഏരിയ വരുമ്പോൾ ഒരു 10 ഇഞ്ച് വിഡ്ത്തിലായിരിക്കും വരുന്നത്. അതിലൊരു ബേർഡ് മോട്ടീവ്സ്, പീകോക്ക് മോട്ടീവ്സിലായിരിക്കും ലോവർ ബോർഡർ ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലാണ് ആ ഒരു മീനാകാരി വർക്ക് വരുന്നത്. ഫുൾ ത്രെഡ് വൂവൺ പാറ്റേണിൽ തന്നെ വന്നിട്ട് കോട്ടാപ്പെട്ടി ലേസ് വർക്ക് ആയിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. സെമി സിൽക്ക് ആട്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സെമി സിൽക്ക് ആയിരിക്കും ഫാബ്രിക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. മുന്താണിയും സെയിം പാറ്റേണിൽ തന്നെ കേട്ടോ. മീനാകാരിയിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഫുൾ അതേ ത്രെഡ് വർക്കിൽ തന്നെയാണ് മുന്താണി വരുന്നത്. ബുട്ടി വർക്കിലാണ് ബ്ലൗസ്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. അതെല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബോട്ടിൽ ഗ്രീനോ മസ്റ്റേർഡ് യെല്ലോ എല്ലാം ബ്ലൗസ് ഇതിനോട് ഡ്രൈപ്പ് ചെയ്യാം. അടുത്ത കളർ വരുന്നത് ഒരു പേർപ്പിൾ ടോൺ ആണ് സാരി വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ ഒരു മൾട്ടി കളർ പാലറ്റിലായിരിക്കും ആ ഒരു മീനകാരി വർക്ക് വരുന്നത്. ബോർഡർ എല്ലാം എല്ലാ സാരീസിനും സെയിം തന്നെ കേട്ടോ. സാരിയുടെ കളേഴ്സ് മാറി മാറി വരും. കളേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 4 വിധത്തിലാണ് നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം വീഡിയോയിൽ ഞാൻ കമ്പയർ ചെയ്യാറുണ്ട്. ബാക്കി ഇപ്പം കോൾ കോഫി കളർ, അല്ലെങ്കിൽ നമ്മൾ ഗ്രേപ്പ് ജ്യൂസിന്റെ കളർ, അങ്ങനെ ബീട്രൂട്ട് കളർ, അങ്ങനെ ഓരോ കളറും നമ്മൾ കമ്പയർ ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എക്സാക്ട് ഇപ്പം നമ്മൾ കാണുന്ന ഫോൺ സെറ്റിംഗ്സ് എല്ലാം മാറി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണുന്ന കളറിൽ ചെറിയ ഡിഫറൻസ് വരാം. പക്ഷെ നമ്മൾ 4 വിധത്തില്ല, നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്, വെബ്സൈറ്റിൽ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. കൂടാതെ നമ്മൾ വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ഫോട്ടോയിൽ നമ്മൾ സ്റ്റിൽസിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം അത് കൺവേ ആകുന്നില്ലെങ്കിൽ കസ്റ്റമർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം നമുക്ക് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എല്ലാ സാരീസും. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും ആ ഒരു മീനാകാരി വർക്കും. പിന്നെ അത് കൂടാതെ ഇത് ഫ്ലാഷി അല്ല കേട്ടോ. സാരി വളരെ മാറ്റ് ഫീലാണ് സാരി വരുന്നത്. വീഡിയോയിൽ ചിലപ്പോൾ കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് തോന്നുമായിരിക്കും. സാരിയുടെ ഫാബ്രിക് ഒരു സെമി സിൽക്ക് ആണ്. മാറ്റ് ഫീലാണ് സാരി വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ വന്നിട്ട് അതേ മീനാകാരി വർക്കിലായിരിക്കും സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്യുന്നത്. നമുക്കൊരു ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗൻറ്റ് സാരീസ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പിന്നെ കൂടുതലും ഈ ഒരു വർക്ക് വരുന്നത് ത്രെഡ് വർക്ക് തന്നെയായതുകൊണ്ട് ആ ഒരു അതിൻ്റെതായ ഒരു ഹെവിനെസ് കാണും. ഫാബ്രിക് ലൈറ്റ് വെയിറ്റ് ആണ്. പല്ലു ഫുൾ അതേ വർക്കിൽ തന്നെയായിരിക്കും. മീനാകാരിയിൽ തന്നെയുള്ള മുന്താണി വന്നിട്ട് ആ ഒരു ബുട്ടി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വരുന്നത് കിങ് ഫിഷർ ബ്ലൂ ആണ്. പൊന്മാൻ നീലയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ മീനാകാരി വർക്കിൽ തന്നെയായിരിക്കും ആ ഒരു ബോർഡർ മുന്താണി ഫിനിഷ് ചെയ്യുന്നത്. ഈ സാരീസിനെല്ലാം കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ട് വരുന്നത്. കാരണം ഇതിൽ നല്ലൊരു മൾട്ടി കളറിലാണ് ഈ മീനാകാരി വർക്ക് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ എല്ലാം ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരി. പല്ലു, ബ്ലൗസ് നല്ലൊരു റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത് കേട്ടോ. റാണി പിങ്കിലും സെയിം സ്റ്റൈലിൽ തന്നെയാണ് മീനാകാരി വർക്കിൽ തന്നെയായിരിക്കും ബോർഡർ വന്നിട്ട് ആ ഒരു ഗോട്ടാപ്പെട്ടി ലേസ് വരുന്നുണ്ട് ബോർഡറിന് എഡ്ജിൽ ഫിനിഷ് ചെയ്യുമ്പോൾ. പല്ലു അതേ ആ ഒരു ബുട്ടി വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഓക്സ്ഫോർഡ് ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ മീനാകാരി വർക്കിൽ തന്നെയായിരിക്കും സാരി വരുന്നത്. പീകോക്ക് മോട്ടീവ്സ് ആയിരിക്കും കേട്ടോ. സാരിയുടെ ബോർഡർ വരുമ്പോൾ പീകോക്ക് വന്നിട്ട് അതിൽ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും മീനാകാരി ത്രെഡ് വർക്ക് വരുന്നത്. സാരിയുടെ ടെക്സ്ചറും സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. ഇതായിരിക്കും സാരിയുടെ ആ ഒരു ഫാബ്രിക് ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലോസറിൽ കാണിക്കുന്നത്. വളരെ തിന്നായിട്ട് വരുന്നത് സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ടെക്സ്ചർ വരുന്നത്. മാറ്റ് ഫീലിലാണ് സാരി വരുന്നത്. കോട്ടാപ്പെട്ടി ലേസ് വർക്ക് വന്നിട്ട് പല്ലു വരുന്നത് മീനാകാരിയിൽ തന്നെയായിരിക്കും. വിത്ത് ബുട്ടി വർക്കിലാണ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബീട്രൂട്ട് ടോൺ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിലും ആ ഒരു മൾട്ടി കളറിൽ തന്നെയായിരിക്കും മീനാകാരി ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ബോഡി എല്ലാ സാരീസിനും പ്ലെയിൻ ആയിരിക്കും വരുന്നത്. പല്ലു ഫുൾ അതേ ആ ഒരു ത്രെഡ് വർക്കിൽ തന്നെയാണ്. ഫുൾ വർക്കിലാട്ടോ എല്ലാ സാരീസിനെയും. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ബാക്ക് സൈഡ് വരുന്നത്. ഫുൾ ആ ഒരു മീനാകാരി വർക്കിൽ തന്നെയായിരിക്കും വരുന്നത്. ബുട്ടി വർക്കിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെൽഫ് കളർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ബുട്ടി വർക്കിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യും. അതെല്ലാം കോൺട്രാസ്റ്റ് ആണെങ്കിൽ നല്ല ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഈ സാരീസിനെല്ലാം തന്നെ. ഹൽദി ഫംഗ്ഷൻ എല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ആപ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ്. നെക്സ്റ്റ് കളർ ഹൽദി യെല്ലോ ആണ് സാരിയുടെ ടോൺ വരുന്നത്. മൾട്ടി കളർ പാലറ്റിലായിരിക്കും മീനാകാരി വർക്ക് വരുന്നത്. മുന്താണി ബുട്ടി വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ്.
ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ ഒരു ഡാർക്ക് പീച്ച് ബ്ലെൻഡഡ് പിങ്ക് ആണ്. ഒരു ഫ്യൂഷ്യ പിങ്കും ഡാർക്ക് പീച്ചും കൂടി ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡാണ് സാരിയുടെ കളർ വരുന്നത്. അതിലും അതേ മൾട്ടി കളർ പാനറ്റിലായിരിക്കും മീനാകാരി വർക്ക് വരുന്നത്. ഗോട്ടാപ്പെട്ടി ലേസ് വർക്ക് വരുന്നുണ്ട്. സാരിയുടെ എഡ്ജിൽ വരുമ്പോൾ ഫുൾ ആ ഒരു പീകോക്ക് മോട്ടീവ്സിലായിരിക്കും ലോവർ ബോർഡർ വരുന്നത്. മുന്താണി ഇതായിരിക്കും പല്ലു. ബുട്ടി വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ്.